മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 11ാമത്തെയാണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോഗ് ഉണ്ട്. ബ്ലോഗ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ബുക്ക് പോലെ ഉപയോഗിക്കാം. കുറച്ച് പെൻഡിങ് ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും. നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് സ്റ്റിച്ചിങ് ക്ലാസ് 11 പാർട്ട് 2 ആയ കട്ടിങ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ആവശ്യമുള്ള അളവ് എന്ന് പറയുന്നത് 0 to 1 ടോപ്പിന്റെ ലെങ്ത് 13.5 ടോപ്പിന്റെ ലെങ്ത് 13.5 എടുത്തിട്ടുണ്ട്. 0 to 2 നമുക്ക് ആവശ്യം 10.25. ഇതിപ്പോ 10 ഉള്ളൂ, 10.25 ആവശ്യം. ഇതിപ്പോ ഞാൻ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ടുള്ള പീസ് മാത്രമാണ് ഇപ്പൊ എടുത്തേക്കണത്, ബാക്കിലേക്ക് ഞാൻ ഇപ്പൊ എടുത്തിട്ടില്ല. അപ്പൊ ഈ തുണിയെ ഞാൻ ഇങ്ങനെ രണ്ടാക്കി മടക്കി, ഇത് ലൈനിങ് തുണിയാട്ടോ. എന്നിട്ട് ഞാൻ അടയാളപ്പെടുത്താണ് 0 to 3 ഷോൾഡർ 6.25. ഇവിടെ നിന്ന് ഞാൻ 6.25 അടയാളപ്പെടുത്തി. അടുത്തത് 0 to 5 നെക്ക് വെടുത്ത് 3 ഇഞ്ച് ഞാൻ 3 ഇഞ്ചും അടയാളപ്പെടുത്തി. എന്നിട്ട് ആം ഹോൾ ലെങ്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 6.25 6.25 അടയാളപ്പെടുത്തി. നെക്ക് വെടുത്ത് വന്നേക്കുന്നത് നെക്ക് ഡെപ്ത് വന്നേക്കുന്നത് 6.25 തന്നെയാണ്. ഞാൻ 6.25 അടയാളപ്പെടുത്തി. ഇനി ഇവിടെ നെക്കിന്റെ വെടുത്ത് നമ്മൾ 3 ഇഞ്ചാണ്, ആ 3 ഇഞ്ചാണ് അതിങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടെ വരുന്നത് 6.25, അതും എവിടെയാന്ന് നോക്കി അടയാളപ്പെടുത്തിട്ട് ഞാൻ ഇതിനൊരു ബോക്സ് പോലെ വരയ്ക്കുകയാണ്. ഞാനിങ്ങനെ ബോക്സ് പോലെ വരച്ചു. ഞാനിവിടെ നെക്കിന് ഇവിടെ കൊടുക്കുന്നത് വി നെക്കാണ്. അപ്പൊ ഇനി ഷോൾഡറിന്റെ അവിടെ നിന്ന് നെക്ക് വെടുത്തിന്റെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഞാൻ ചെരിച്ച് ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണ്. ഞാനിതിൽ വരയ്ക്കുന്നുണ്ടെങ്കിലും ഞാനിപ്പോ ഇതിൽ കട്ട് ചെയ്യണില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പേപ്പർ ഷീറ്റിലാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. പിന്നെ ഉള്ളത് ആം ഹോൾ കർവ് ആണ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുത്തു. ഇനി ഷോൾഡറിന്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ഞാനിങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷോൾഡർ സ്ലോപ്പാണ്, അതിങ്ങനെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് ഇതേപോലെ തന്നെ ഇങ്ങനെ കൂട്ടി വരച്ചു. മാത്രമാണ് നമുക്ക് ടോപ്പിലുള്ളത്. അടുത്തത് നമുക്ക് ഷേപ്പ് കൊടുക്കണം. ഷേപ്പ് ലെങ്ത് എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ എടുത്തതിന് ഷേപ്പ് ലെങ്ത് എത്രയാണോ അവിടെ വെച്ച് ഒന്നിങ്ങി 1 ഇഞ്ച് നിങ്ങൾ കുറയ്ക്കുക. നമ്മൾ തയ്യൽ തുമ്പ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് 1 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ വെച്ച് നമുക്ക് ഷേപ്പിന് കിട്ടിയ അളവ് എത്രയാണോ അതിനോട് 3 ഇഞ്ച് ആഡ് ചെയ്യുക, അത് ഡിവൈഡ്/4 ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസറിന്റെ കൂടെ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് നിങ്ങൾ എത്രയാണോ കൊടുത്തേക്കണേന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് ചെയ്യാം. ഞാനിവിടെ 10.25 ഞാനിവിടെ 1 എടുത്തേക്കുന്നത്. ഷേപ്പിന്റെ അവിടെ ഞാൻ 9.25 ഞാൻ എടുത്തേക്കുന്നത്. 9.25 ഞാൻ ജസ്റ്റ് 1 ഇഞ്ച് മാത്രമേ ഞാൻ കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ പോയിന്റിലേക്ക് ചെരിച്ച് വരയ്ക്കാം. ഇതിപ്പോ എന്റെ ഫ്രണ്ട് ആണ് ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നത്. ബാക്ക് ഭാഗത്തിന് അതുപോലെ തന്നെ വേറെ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ സെപ്പറേറ്റ് കാട്ടി തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഫ്രണ്ട് വീനെക്ക് എടുക്കണം, അതുകൊണ്ട് മാത്രമാണ്. ബാക്ക് ഞാൻ റൗണ്ട് രണ്ടും ഒരുമിച്ച് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാട്ടി തന്നുള്ളൂ. ഇപ്പൊ നേരത്തെ എടുത്ത പോലെ തന്നെ ഞാനിവിടെ ഷോൾഡർ 6.25 അടയാളപ്പെടുത്തി, നെക്ക് വെടുത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി, ആം ഹോളും 6.25 അടയാളപ്പെടുത്തി, നെക്ക് ഡെപ്ത് 6.25 അല്ല, ഞാനൊരു 1 ഇഞ്ച് കുറച്ച് ഒരു 5.25 വേണ്ട, ഒരു 5 എടുക്കുന്നുള്ളൂ. നെക്ക് ഡെപ്ത് ഞാൻ ബാക്കിൽ ഒരു 5 ഇഞ്ച് എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കറക്റ്റ് 3 ഇഞ്ച് എവിടെ വരണം നോക്കി. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ 6.25 എടുത്തത്, 6.25 എവിടെയാ വരണേന്ന് നോക്കി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂട്ടി വരച്ചു. ഞാൻ ബാക്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ആണ് കൊടുക്കുന്നത്. ഞാൻ ബാക്കിലേക്ക് റൗണ്ട് ഷേപ്പ് എടുത്തു.
ഇതുപോലെ ആം ഹോൾ കർവും ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കണം. ഇത് രണ്ടിങ്ങനെ സെപ്പറേറ്റ് അടയാളപ്പെടുത്തിയെന്നുള്ളൂ. ഞാനിനി ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുകയാണ്. വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് നെക്കാവുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും ശ്രദ്ധ വേണം കേട്ടോ. ഓർക്കാണ്ട് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തെന്ന് വരും. നെക്ക് ഞാൻ ഇതിൽ കട്ട് ചെയ്യണില്ല, ഞാൻ പേപ്പർ ഷീറ്റിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ നെക്കൊന്നും ചെയ്യുന്നില്ല. ഷേപ്പും ആം ഹോളും ഷോൾഡറും മാത്രമാണ് ഇപ്പൊ കട്ട് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. പിന്നെ ഈ സെന്ററും നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ടിലേക്കും മാത്രമായിട്ട് ഞാനിങ്ങനെ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് പിടിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ രണ്ട് വീനെക്ക് വരച്ചത് ഞാൻ രണ്ട് സൈഡിലേക്കും ഞാൻ അടയാളപ്പെടുത്താണ്. ഇങ്ങനെ മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇതിലേക്ക് പ്ലീറ്റ് ഇട്ട് എങ്ങനെ വെക്കണേന്ന് കാട്ടിത്തരാം. കണ്ടോ, പ്ലീറ്റ് കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ വെക്കുക. നല്ല വശാട്ടത്. ഇതിങ്ങനെ വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒരു പ്ലീറ്റ് ഇതിന്റെ മേലെ കൂടി ഇങ്ങനെ വെച്ചൊന്ന് പിൻ ചെയ്യാം. ഇങ്ങനെ വെച്ച് ഒന്ന് പിൻ ചെയ്യാം. ചെയ്യുമ്പോൾ നമ്മളിപ്പോ ലൈനിങ് തുണിമേലോ ചെയ്യണേ. ഇപ്പൊ ലൈനിങ് തുണി ഇനി വലിച്ചു പിടിച്ചോളട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ ചുരുണ്ടു പോകും. ഇവിടെ വീണ്ടും സെന്ററിലിട്ടോ അതോടൊപ്പം തന്നെ ഇതിങ്ങനെ അറ്റത്ത് നമ്മൾ ലൈനിങ് തുണി എവിടെയാണോ ഉള്ളതെന്ന് നോക്കാം. ഇതെവിടെ വരണം എന്ന് നോക്കിയിട്ട് അവിടേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പിൻ ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു ബീറ്റ് എടുക്കാം. ഇവിടെ ഒരു സൂചി കുത്താം. അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇവിടെയും ഒരു സൂചി കുത്താം. ഒരു സൂചി കുത്തിയില്ലേ? കുത്തി ഇത് കഴിഞ്ഞ് താഴെയും ഇങ്ങനെ തന്നെ പിടിച്ച് താഴെ ഒരു സൂചി കുത്താം. കണ്ടോ, ഇങ്ങനെ നമ്മൾ എടുത്തു. ഇവിടെ ഒരു 5 പ്ലീറ്റ് ഇട്ടു, ഇവിടെ 1 2 3 ഇവിടെ 5 പ്ലീറ്റ് ഇട്ടു. വേണമെങ്കിൽ ഫുള്ള് ഇടണമെങ്കിൽ ഫുള്ള് ഇടാം. ഞാനിപ്പോ ഫുള്ള് ഇടണില്ല. ഞാനിപ്പോ 2 സൈഡിലേക്കും 5 പ്ലീറ്റ് എന്ന രീതിയിൽ ഇട്ടു. ഇനി ഇത് ഒന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്തിട്ട് നമ്മളുടെ ഈ ലൈനിങ് തുണി ഉണ്ടല്ലോ അതിന്റെ ഷേപ്പിന് മൊത്തം അടിച്ചെടുക്കുക ചെയ്യണത്. നമുക്കിനി ആദ്യം നമുക്കിത് അയൺ ചെയ്ത് കൊണ്ടുവരാം, എന്നിട്ട് ബാക്കി കാട്ടിത്തരാം. ഞാനിത് അയൺ ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണമല്ലോ. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിപ്പോ ചെയ്യാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ലൈനിങ് തുണി എവിടെ വരണ അവിടെ വെച്ച് ഞാനൊരു പിൻ കുത്തി കൊടുക്കാണ്. ഇതിന്റെ ലൈനിങ് തുണിയുടെ അടിവശം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഞാനൊരു പിൻ കുത്തി കൊടുത്തു. സെന്റർ വരുന്നത് ഇവിടെയാണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുത്തിയാൽ മതി. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി വെക്കണം എന്നുള്ളൂ. കുത്തി വെച്ചു. ഇത്ര മാത്രമേ നമുക്ക് ഈ ടോപ്പിൽ ചെയ്യാനുള്ളൂ. പിന്നെ വളരെ സിമ്പിൾ മെത്തേഡ് എന്ന രീതിയിൽ ഞാൻ ലൈനിങ് വെച്ച് മറച്ചടിക്കുക ചെയ്യണം. നെക്ക് ഞാൻ പേപ്പർ ഷീറ്റിൽ വരയ്ക്കും. എന്നിട്ട് ലൈനിങ്, അതായത് ആം ഹോളിന്റെ ഇവിടത്തോളം വരെ ജസ്റ്റ് ഇത്രയും മാത്രം ലൈനിങ് ഞാൻ വെക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ലൈനിങ് തുണിയിലാണ് ഇതിപ്പോ ചെയ്തേക്കുന്നത്. ഞാൻ സിമ്പിളായിട്ട് ആം ഹോളും സ്ലീവ്ലെസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ആം ഹോളും അതുപോലെ തന്നെ നെക്കും മറച്ചടിക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോ ഇത് എടുക്കുകയാണെന്ന് വിചാരിക്കും. ഇത് ഇത്ര മാത്രം, അതായത് ഇതെടുക്കിയതേ. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണിയാണ്. കണ്ടില്ലേ? ഇതിപ്പോ ബാക്ക് സൈഡിന് മൊത്തം കവർ ചെയ്യാൻ ബാക്ക് സൈഡിന്റെ ആണ്. ഇനി എടുക്കാൻ പോകുന്നത് ഇത്ര മാത്രമേ ലൈനിങ് തുണി ഞാൻ എക്സ്ട്രാ പീസ് എടുക്കുന്നുള്ളൂ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആം ഹോളും ഈ നെക്കും മറച്ചടിക്കാൻ വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കണേ. നമുക്ക് ആ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതെന്റെ ബാലൻസ് വന്നൊരു തുണിയാണ്. അതിനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കാണ്. ഇതിന്റെ സെന്റർ അടയാളപ്പെടുത്തണം. നെക്കിന്റെ വിഡ്ത്ത് എവിടെ വരുന്നുള്ളതാണ് പിന്നെ അടയാളപ്പെടുത്തേണ്ടത്. കണ്ടില്ലേ? ഇതാണ് ഫ്രണ്ടിലേക്കുള്ള എന്റെ തുണി. ഇത് നെക്കിന്റെ സെന്റർ, ഇത് നെക്കിന്റെ വിഡ്ത്ത്. ഇനി അടിവശം തേരായതുകൊണ്ടെങ്കിൽ മടക്കിയടിക്കേണ്ടി വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മടക്കിയടിക്കണം. അടുത്ത് നമുക്ക് ക്യാൻവാസിൽ, പേപ്പർ ക്യാൻവാസ് എന്നൊക്കെ പറയും. നമുക്കിനി അതാണ് അടുത്ത് ചെയ്യേണ്ടത്. നമ്മൾ നെക്ക് കട്ട് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് നെക്ക് വെടുത്ത് നമുക്ക് 3 ഇഞ്ചാണല്ലോ കിട്ടിയേക്കണേ. ഇവിടെ ഒരു 4 ഇഞ്ച് വരത്തക്ക രീതിയിൽ നമ്മൾ മടക്കാണ്. അപ്പൊ എവിടെ 4 ഇഞ്ച് വരണേന്ന് നോക്കിയേ. ഇത്ര മാത്രം മതി. ആ ഒരു രീതിയിൽ ഞാൻ ഇതിനിങ്ങനെ മടക്കാണ്. എന്താ 4 ഇഞ്ച് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. കാരണം 3 ഇഞ്ച് നെക്ക് വെടുത്തിന് 1 ഇഞ്ച് എക്സ്ട്രാ വന്ന് വെച്ചേക്കുന്നത്. 1 ഇഞ്ച് വേണമെന്നില്ല, 3/4 ഇഞ്ച് മാത്രം എക്സ്ട്രാ മതി. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു. എന്നിട്ട് ഞാനിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് താഴെയും ഇതുപോലെ തന്നെ നമ്മൾ ഇറക്കത്ര കൊടുക്കണേ. നെക്ക് ഡെപ്ത് 6.25 യെസ്, 6.25 എവിടെ വരണേന്ന് ഞാൻ നോക്കി. 6.25 അടയാളപ്പെടുത്തി 3 ഇഞ്ച് ഇങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് സ്ക്വയർ പോലെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരച്ചാലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്വയർ പോലെ എടുത്ത് ഒരു ബോക്സ് പോലെ ആക്കി കാട്ടി തരാണ്. ഇങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് ഈ പോയിന്റിലേക്ക് വരച്ചാലും മതി. വീനെക്ക് ആയതുകൊണ്ട് ഞാൻ ഈ പോയിന്റിൽ നിന്ന് നേരെ സെന്ററിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്തെടുക്കാനായിട്ട് എക്സ്ട്രാ 1 ഇഞ്ച് എന്ന രീതിയിൽ ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ വീനെക്ക്. നമുക്ക് ഇതിൽ എക്സ്ട്രാ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല.
വിഡ്ത്ത് 3 ഇഞ്ചാണ് ആവശ്യം. 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 4 ഇഞ്ച് എടുത്തു. ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഒരു വര വരച്ചു. നെക്കിന്റെ വിഡ്ത്ത് 3 ഇഞ്ച്. നെക്കിന്റെ ഡെപ്ത് ഞാൻ 6.25 തന്നെയാട്ടോ കൊടുക്കുന്നത്. കണ്ട കറക്റ്റിൽ നോക്കി ഇവിടെയും 3 ഇഞ്ച് തന്നെ വന്നു. മനസ്സിലായില്ലേ? ഈ വരച്ചതിന് നമ്മൾ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ നീക്കിയിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെ വെട്ടിയെടുക്കുക ചെയ്യണം. കണ്ട ഇതിങ്ങനെ തന്നെ നമ്മൾ വെട്ടിയെടുക്കും. ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ച്. 1 ഇഞ്ച് കൂടാൻ പാടില്ല കേട്ടോ. 1/4 ഇഞ്ച് മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് എടുക്കാം. നമ്മൾ ഇനി ഇതിന്റെ സെന്റർ അടയാളപ്പെടുത്താണ്. നമുക്ക് ഇതിന് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു പീസ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ബാക്കിലേക്കുള്ള തുണി നമ്മൾ ഇനി കട്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ നല്ല തുണി ലൈനിങ് തുണിയായി. ഇത് ഫ്രണ്ടിലേക്ക്, അതിനെ മറച്ചടിക്കാൻ വേണ്ടി ഒരു പീസ്, പിന്നെ 2 നെക്ക്. ഇത്ര മാത്രമാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ബാക്കിലേക്കുള്ളത്. ഇനി നമുക്ക് സ്കേർട്ടിന്റെ കട്ട് ചെയ്യും. അടുത്തത് സ്കേർട്ടാണ്. സ്കേർട്ട് 0 to 1, അതായത് സ്കേർട്ടിന്റെ ഇറക്കം നമുക്ക് 29 ആവശ്യം. അതിനോട് തയ്യൽ തുമ്പ് അടക്കം കൂട്ടി നമുക്ക് 31 ഇഞ്ച് വേണം. അത് സ്കേർട്ടിന്റെ വെടുത്താണ് 0 to 2. നമുക്ക് ടോപ്പിന് നമ്മൾ 0 to 2 നമുക്ക് എത്രയാണ് കിട്ടിയത്? 10.25. അതിന്റെ 2 ഇരട്ടിയായിട്ട് വേണം നമുക്ക് സ്കേർട്ടിന് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമുക്ക് വെടുത്തെടുക്കാനായിട്ട്. അതായത് ഫ്രണ്ടിൽ ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് മാത്രമായിട്ട് നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാല് ടോപ്പിന് 0 to 2 നമുക്ക് 10.25, അതിന്റെ 2 ഇരട്ടി എന്ന രീതിയിൽ 20 നമുക്ക് ഫ്രണ്ടില് റൈറ്റ് സൈഡിലേക്ക് മാത്രമായിട്ട് കിട്ടും. ലെഫ്റ്റ് സൈഡിലേക്ക് കൂടി ആവുമ്പോൾ മൊത്തം 20 + 20 എന്ന രീതിയിൽ മൊത്തം 41 ഇഞ്ച് മൊത്തം ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് വരും. അപ്പൊ ഫ്രണ്ടും ബാക്കും കൂടി നമുക്ക് 82 ഇഞ്ചോളം നമുക്ക് തുണിക്ക് വീതി വേണ്ടി വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിന് ലൈനിങ് തുണിയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.